പ്രവാചകൻ പ്രാർത്ഥിക്കാൻ നേരം സമയം ഫിക്സ് ചെയ്തു. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് കമ്പൽസറി അല്ലാത്തൊരു നിസ്കാരമുണ്ട്. പക്ഷെ കമ്പൽസറി നിസ്കാരങ്ങൾ 5 എണ്ണം. സൂര്യൻ ഉദിക്കുന്നു, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, ഒരു നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിക്ക് നേരില്ലാതാവുന്ന അവസരത്തിൽ മിഡ് ഡേ, സൂര്യൻ നേരെ വടിയുടെ മേളിൽ വരുന്ന സമയത്ത് 2ാമത്തെ നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിയുടെ നീളവും നേളിൻ്റെ നീളവും ഈക്വൽ ആവുമ്പോൾ സൂര്യരശ്മികൾ 45 ഡിഗ്രി ആംഗിളിൽ വരുമ്പോൾ അടുത്ത നിസ്കാരം. സൂര്യൻ അസ്തമിച്ചു, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, അടുത്ത നിസ്കാരം. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രരശ്മികൾ കൊണ്ട് വടിയുടെ നീളവും നേളിൻ്റെ വീതവും ഈക്വൽ ആവുമ്പം അടുത്ത നിസ്കാരം. 5 കമ്പൽസറി നിസ്കാരങ്ങൾ. നാസയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ സമയമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നീക്കങ്ങളനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന പോയിന്റ്സാണ് ഈ 5 എണ്ണം. ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ മനുഷ്യന് ആരോഗ്യം മാത്രമല്ല ബുദ്ധിശക്തിയും കിട്ടുന്ന അത്ഭുതം അവിടെ നടക്കുകയാണ്. വെളുപ്പിന് 4 മണി എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ലാത്ത നിസ്കാരം വെച്ചിരിക്കുന്ന സമയമോ, അത് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകുന്ന സമയമാണ്. ഭാരതീയ പുരാണങ്ങൾ പറയുന്നു, ബ്രഹ്മ മുഹൂർത്തേ ഉത്തിഷ്ഠേ. ബ്രഹ്മ മുഹൂർത്തം വെളുപ്പിന് 4 AM, തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നീക്കങ്ങളനുസരിച്ച്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെ നീക്കങ്ങളനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBS പഠിച്ചിട്ടില്ലാത്ത പ്രവാചകൻ ഇത്ര ഗഹനമായി ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. അമ്പരപ്പിക്കുന്ന സംഭവം. പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തു. പ്രാർത്ഥിക്കാൻ നേരം ലോകത്തിൽ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാം. മറ്റു മതങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രതിമ വേണം, വലിയ പ്രതിമ വേണം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് അതിന് മുമ്പിൽ വേണം, ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്രൊജക്ഷൻസ് വേണം, അതല്ലെങ്കിൽ വിശാലമായ ആരാധനാലയം വേണം, അതിന് കൊടിമരം വേണം, ഗോപുരം വേണം. പ്രവാചകൻ പറഞ്ഞു, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ വേണ്ട. ഒരു വിഗ്രഹം ഉണ്ടാക്കണ്ട, ഒരു ചിത്രവും വരയ്ക്കണ്ട, ഒരു രൂപവും പ്രൊജക്റ്റ് ചെയ്യണ്ട, ദേവാലയത്തിന് ഗോപുരം വേണ്ട, ദേവാലയത്തിന് കൊടി